ഹായ് ഫ്രണ്ട്സ്, വാട്സപ്പിനെ സംബന്ധിച്ച് രണ്ട് പ്രധാനപ്പെട്ട വിഷയമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒന്ന്, വാട്സപ്പിൽ ഒരു കിഡിലൻ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് വീഡിയോ തുടർന്ന് കണ്ട് മനസ്സിലാക്കാം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, വാട്സാപ്പ് നമ്പർ ഒരു പബ്ലിക് പ്ലേസിൽ നിന്നുകൊണ്ട് ആരെങ്കിലും നിങ്ങളോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കരുത്. അതായത് ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ ആളുകൾ കൂടി നിൽക്കുന്ന ആ സ്ഥലത്ത് നിന്നും നിങ്ങളിങ്ങനെ പറഞ്ഞു കൊടുക്കരുത്. അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ കേൾക്കുന്ന ആൾ മാത്രമായിരിക്കില്ല ഇത് നോട്ട് ചെയ്യുക, അപ്പുറത്തും ഇപ്പുറത്തുള്ള ആളെല്ലാം ഇത് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നിങ്ങളൊന്ന് ഊഹിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഇങ്ങനെ രഹസ്യമായിട്ട്, അതായത് നിങ്ങളോട് ആരാണ് ഈ ഒരു നമ്പർ ചോദിച്ചത് അവർക്ക് മാത്രം നിങ്ങളുടെ നമ്പർ കൈമാറാൻ വാട്സപ്പിൻ്റെ അകത്ത് തന്നെ ഒരു ട്രിക്ക് ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നത് തന്നെ ആയിരിക്കും, എന്നാലും നിങ്ങൾ ഈ ട്രിക്ക് കണ്ട് മനസ്സിലാക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. സാധാരണ നമ്മളിപ്പോൾ വാട്സാപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്തിട്ട് അദ്ദേഹത്തിന് ഒരു ഇമോജി നമ്മൾ സെൻഡ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഈ ഒരു സ്റ്റിക്കറിൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെൻഡ് ചെയ്ത ഇമോജി ഇവിടെ മുകളിൽ കാണാൻ സാധിക്കും. താഴെ ഒരുപാട് ഇമോജികൾ ഉണ്ട്. ഓക്കെ, ഏതെങ്കിലും ഒരു ഇമോജി ഇപ്പോൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇടതുവശത്ത് കണ്ടോ ഒരു ആനിമേഷൻ ഇമോജി വന്ന് കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഇമോജികൾ ഇവിടെ ആനിമേഷൻ ഇമോജി ആയിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഏതാണ് ആവശ്യമുള്ളത് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ആനിമേഷൻ ഇമോജി ഇവിടെ സെൻഡ് ആകും. ഓക്കെ, അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട ഇമോജി സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഇടതുവശത്തായിട്ട് അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആനിമേഷൻ ഇമോജി വന്ന് കിടക്കുന്നുണ്ടാകും. അവിടെ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആനിമേഷൻ ഇമോജി നമുക്കിവിടെ കാണാൻ സാധിക്കും. അവിടെ നമുക്ക് ഏതാണ് വേണ്ടത് അതൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് സെൻഡ് ആകുകയും ചെയ്യും. പക്ഷേ എല്ലാ ഇമോജിയിലും ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നിട്ടില്ല. ഇനി നമുക്ക് എത്രത്തോളം ഇങ്ങനെ ആനിമേഷൻ ഇമോജി ഉണ്ട് എന്നും നമുക്ക് ചെക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു ഇമോജി സെലക്ട് ചെയ്തിട്ട് ഇടതുവശത്ത് കാണുന്ന ആനിമേഷൻ ഇമോജി ഞാനിവിടെ സെലക്ട് ചെയ്യാണ്. സെലക്ട് ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടത് ഇവിടെ ഉണ്ട്, പക്ഷേ ഇവിടെ താഴെ നിങ്ങൾ കാണാൻ സാധിക്കും ഷോ മോർ റിസൾട്ട്സ്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം ആനിമേഷൻ ഇമോജികൾ ഈ വാട്സാപ്പിൻ്റെ അകത്തുണ്ട് എന്ന് നമുക്ക് ഇവിടെ തന്നെ ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ കാര്യം, അതായത് പബ്ലിക് പ്ലേസിൽ നിന്നുകൊണ്ട് ആരെങ്കിലും നിങ്ങളുടെ വാട്സാപ്പ് നമ്പർ ചോദിച്ചാൽ നിങ്ങൾ ഓരോ നമ്പറായിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കരുത്. അതിനായിട്ട് നിങ്ങൾ വാട്സാപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ പ്രൊഫൈൽ പിക്ചർ കാണാം. ഇനി അങ്ങനെ കാണുന്നില്ലെങ്കിൽ ഇവിടെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സെറ്റിംഗ്സ് കാണാം. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ടും പ്രൊഫൈൽ പിക്ചർ ഓപ്പൺ ചെയ്യുക. ഇവിടെ തന്നെ നിങ്ങൾക്ക് മുകളിൽ ആ ഒരു QR കോഡിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്സാപ്പിൻ്റെ പ്രൊഫൈലിൻ്റെ QR കോഡ് ഇവിടെ തെളിഞ്ഞു വരും. ആർക്കാണ് നിങ്ങളുടെ നമ്പർ വേണ്ടത് അവരും ഇതേ ഓപ്ഷൻ ഓപ്പൺ ചെയ്തിട്ട് രണ്ടാമത്തെ ഓപ്ഷൻ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അവരുടെ ക്യാമറ ഓപ്പൺ ആകും. ക്യാമറ ഓപ്പൺ ആയിട്ട് നിങ്ങൾ കാണിച്ച ആ ഒരു QR കോഡ് അവർ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു കോൺടാക്റ്റ് അവരുടെ വാട്സാപ്പിൽ ആഡ് ആവും. അവർക്ക് അത് സേവ് ചെയ്യാം. സേവ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ നമ്പർ അതിലൂടെ അവർക്ക് കണ്ടുപിടിക്കാനും സാധിക്കും. ഓക്കെ, ഇനി മറ്റു ചിലരുടെ വാട്സാപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുമ്പോഴായിരിക്കും ഇവിടെ പ്രൊഫൈൽ പിക്ചർ കാണുക. അവിടെ വലതുവശത്ത് തന്നെ QR കോഡിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്സാപ്പിൻ്റെ QR കോഡ് ഇവിടെ തെളിഞ്ഞു വരും. ഇത് ആർക്കാണ് നിങ്ങളുടെ നമ്പർ വേണ്ടത് അവർക്കൊന്ന് കാണിച്ചു കൊടുത്താൽ മതി. അവരുടെ വാട്സാപ്പിൽ അതേ ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് ഇവിടെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വാട്സാപ്പിലേക്ക് നിങ്ങളുടെ നമ്പർ ആഡ് ചെയ്യാൻ അവർക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.